ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ 10 മണി ചെടി കൊണ്ട് ഒരു മരം എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ്. ആദ്യം അതിനായി നമുക്ക് വേണ്ടത് നൂൽക്കമ്പിയാണ്. നൂൽക്കമ്പിയോ അതുപോലെ ഇരിക്കുന്ന വേറെ എന്തെങ്കിലും കമ്പി ആയാലും കുഴപ്പമില്ലേ. ഇതുപോലെ കമ്പീനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ പിടിച്ച ശേഷം നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം. 2-3 കമ്പികൾ ചെറിയ വലുപ്പത്തിൽ മുറിച്ചെടുക്കണേ. അത് നമുക്ക് ശിഖരങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയാണ്. ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് പിരിച്ചു കൊടുക്കാം. ഏകദേശം ഞാനിവിടെ 8 പീസോളം കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഒരു കയറ് വെച്ചിട്ടാണ് ഞാൻ കെട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ ടാഗ് ഉണ്ടെങ്കിൽ അത് വെച്ച് കെട്ടിയാലും മതിയേ. നല്ല ടൈറ്റായിട്ട് കെട്ടണേ, കമ്പി ലൂസായി പോകാൻ വേണ്ടി പാടില്ലേ. ശേഷം നമുക്ക് നടുക്ക് 2 കമ്പി നിർത്തിയ ശേഷം ഒരു ബലത്തിന് വേണ്ടി 2 കമ്പി നിർത്തിയ ശേഷം 4 കമ്പി നിർത്തിയ ശേഷം സൈഡിൽ 2 കമ്പികൾ വീതം നമുക്ക് ശിഖരങ്ങളായി മാറ്റാം. കമ്പി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായിട്ട് തിരിച്ചു കൊടുക്കാൻ കുറച്ച് പാടാണ്. എങ്കിലും ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കണേ. ഇതിപ്പോൾ ഇതുപോലെ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ശിഖരങ്ങളായി ഇതുപോലെ വളച്ച് കൊടുക്കണം. ഇതുപോലെ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും മറ്റു ശിഖരങ്ങളും വളച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒരു മരത്തിൻ്റെ ഷേപ്പിലോട്ട് നമുക്ക് ഈ നൂൽക്കമ്പിയെ മാറ്റിയെടുക്കണം. ഇതുപോലെ ഇപ്പോൾ ഇത് ഏകദേശം ഒരു ശിഖരമൊക്കെ ആയിട്ടുള്ള മരമായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ശിഖരം എടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 ശിഖരമാണ് ഈ മരത്തിന് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു മരത്തിൻ്റെ ശിഖരമുള്ള ഒരു മരമായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 10 മണി ചെടി വേണം. ഞാൻ ഇതുപോലെ നീള ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ലീഫൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നീളത്തിൽ തന്നെ 10 മണി ചെടി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആ നൂൽക്കമ്പിയുടെ അത്രയും വലിപ്പമുള്ള നീളം നമ്മുടെ 10 മണി ചെടിക്ക് വേണേ. ഇതുപോലെ നമുക്ക് ഈ ഇലയല്ലാതെ മറ്റൊരു സൈസിലുള്ള ഇലയുള്ള 10 മണി ചെടിയുണ്ട്. ആ 10 മണി ചെടിയും ഇതുപോലെ നമുക്ക് റെഡിയാക്കാവേ. ഞാനിപ്പോൾ നമ്മുടെ സാധാ 10 മണിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ കെട്ടി കൊടുക്കാം. കെട്ടി കൊടുത്താൽ മാത്രമേ അത് ടൈറ്റിലൊരു ഇതായിട്ട് നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകൾ വശത്തും കെട്ടിക്കൊടുക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ 10 മണി ചെടി സാധാ രീതിയിൽ വളരുന്നതിൽ നിന്നും വ്യത്യസ്തമായി വളരുന്നത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമല്ലോ. ഞാനും ഇതൊരു മരം പോലെ വളരുന്നത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഓരോ ശിഖരത്തിലും നമുക്ക് ഇതുപോലെ തണ്ടുകളെടുത്ത് ഇതുപോലെ കെട്ടി കൊടുക്കണം. ശിഖരത്തിൻ്റെ അറ്റഭാഗത്ത് കുറച്ച് ലീഫ് മാത്രം നിലനിർത്തി ബാക്കി ലീഫെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ നമുക്ക് ഇങ്ങനെ ശിഖരങ്ങൾ റെഡിയാക്കി എടുക്കണേ. അറ്റഭാഗത്ത് കുറച്ച് ഇല മാത്രമേ വെക്കാൻ പാടുള്ളൂ. താഴോട്ടുള്ള ഇലയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണേ. ഒരു കയറ് വെച്ച് ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 10 മണി ചെടിയൊക്കെ ഇപ്പോൾ മഴക്കാലമായതിനാൽ തന്നെ നശിക്കും, മുറ്റത്തൊക്കെ നിന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതുപോലെയുള്ള വലിയ കമ്പൊക്കെ കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ റെഡിയാക്കിയ ശേഷം നമുക്ക് ചട്ടിയിൽ സൈഡിൽ വെക്കാനും വളരെയേറെ ഉപകാരമാണ്. ഈ സമയമാകുമ്പോൾ കറക്റ്റ് പ്രൂണിങ് സമയം കൂടിയാണല്ലോ 10 മണി ചെടിയുടെ.
ഇതുപോലെ മുഴുവൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മരത്തിൻ്റെ ഏകദേശ ആകൃതി ആയിട്ടുണ്ട്. ഇത് നല്ല മരം പോലെ തോന്നിക്കണമെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വളർന്ന് റെഡിയായി വരണേ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മരമായി മാറ്റിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ചെറിയ ഒരു മരത്തിൻ്റെ ലുക്കൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. പെട്ടെന്ന് ഇലകൾ പൊട്ടിക്കിളക്കാൻ അത് വളരെയേറെ നല്ലതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചട്ടി എടുക്കാം. ശേഷം അതിലോട്ട് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും കുറച്ച് ചാരം കൂടെ ഞാൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോട്ടിലോട്ട് ഈ മണ്ണിനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മണ്ണിട്ട ശേഷം നമുക്ക് പോട്ടിൻ്റെ നടുഭാഗത്ത് ഈ മരം ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, 10 മണിച്ചെടി എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുവേ. ഇത് കണ്ടില്ലേ, കാണുമ്പം തന്നെ നമ്മുടെ 10 മണിച്ചെടിക്ക് നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട്. ഇത് മുഴുവനായി നല്ല ബുഷിയായി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇലകൾ വളർന്നാൽ നല്ല അടിപൊളി ഒരു മരമായി നമുക്ക് കാണാൻ സാധിക്കുമേ. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി